കമ്പനി അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൽ നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് 4ാമത്തെ മൊഡ്യൂളിൻ്റെ പേര് കംപ്ലയൻസസ്, ഗവേണൻസ് ആൻഡ് CSR എന്നാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഓരോ വാക്കുകളായിട്ട് ഇതിനകത്ത് ഇപ്പോൾ കംപ്ലയൻസസ് എന്നുണ്ട്, ഗവേണൻസ് എന്നുണ്ട്, CSR എന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സർക്കിൾ ചെയ്യുന്ന ഈ വേർഡ് കംപ്ലയൻസസ്, ഈ ഒരു വേർഡിൻ്റെ മീനിങ് മെജോറിറ്റി സ്റ്റുഡൻസും ഈ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, പരാതി, കംപ്ലൈൻറ്റ്, ആ ഒരു സെൻസിലാണ് എടുക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, കംപ്ലയൻസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ആ കംപ്ലൈൻ്റ് അല്ല, അതുമായിട്ടിവിടെ യാതൊരു ബന്ധവുമില്ല. അതായത് കമ്പനിക്കെതിരെയുള്ള പരാതിയോ കമ്പനി കൊടുക്കുന്ന പരാതിയോ അങ്ങനൊരു മീനിങ്ങേ ഇല്ല. ഇവിടെ സ്പെല്ലിങ് തന്നെ വ്യത്യാസമാണ്. നമ്മൾ പറയുന്ന പരാതി എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് COMPLAINT ആണ്. ഇതാണ് പരാതി, COMPLAINT. ഇതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന പരാതി. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും, ടീച്ചേഴ്സിന് കംപ്ലൈൻറ്റ് കൊടുക്കും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പരാതി, അത് മറ്റൊരു ഇംഗ്ലീഷ് വാക്കാണ്. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാക്കാണ് ഈ കിടക്കുന്നത്. ഇവിടുത്തെ സ്പെല്ലിങ് COMPLAINT എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ കംപ്ലയൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലൈൻറ്റ്, പരാതി, ആ ഒരു വാക്കല്ല. രണ്ടും രണ്ട് വാക്കാണ്, സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. LIA അതാണ് ഇവിടുത്തെ കംപ്ലയൻസസ്. പക്ഷെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് COMPLAINT എന്നാണ്. അപ്പോൾ ആദ്യമേ ആ ഒരു തിരുത്ത് വയ്ക്കുക, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പരാതി എന്നൊരു വാക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അപ്പോൾ നിങ്ങൾ കുറേ കുട്ടികളും നമ്മളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ കുറേ കുട്ടികളുടെയും ഒരു തെറ്റിദ്ധാരണ, കംപ്ലയൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി കമ്പനിക്കെതിരെ പരാതി കൊടുത്തെന്നോ കമ്പനി പരാതി കൊടുത്തെന്നോ, അങ്ങനൊന്നുമില്ല. ആ ഒരു വാക്കേ അല്ല, സ്പെല്ലിങ് തന്നെ വേറെയാണ്, LIA ആണ്, അല്ലാതെ LAI അല്ല. ഓക്കെ, സോ അപ്പോൾ പരാതി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇവിടെ എന്താണ് അർത്ഥം? ഇവിടുത്തെ കംപ്ലയൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തിനോട് ചേർന്ന് പോവുക, ഒന്നിനോട് അനുസരിച്ച് പോവുക, ഒരെണ്ണത്തിന് വഴങ്ങി പോവുക, അങ്ങനെയൊക്കെ പറയില്ലേ. ഒരു കാര്യത്തിനനുസരിച്ച് തന്നെ പോകുന്നതിനെയാണ് കംപ്ലയൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്പെല്ലിങ് നോക്കിക്കോണേ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മൊഡ്യൂളിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത് എന്ത് കംപ്ലയിൻസ്, എന്ത് ഗവേണൻസ്, എന്ത് CSR എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ എല്ലാ കമ്പനികളും പ്രവർത്തിക്കേണ്ടുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം, അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ എല്ലാ കമ്പനികളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചാണോ, ഇന്ത്യൻ കമ്പനീസ് ആക്ടിനനുസരിച്ചാണോ, ഇന്ത്യൻ കമ്പനീസ് ആക്ടിനെ വഴങ്ങിയാണോ, അതിനെയാണ് ഈ കംപ്ലയൻസസ്. നമ്മൾ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യൻ നിയമം അനുസരിച്ചാണോ, കമ്പനിയുടെ ഗവേണൻസ് എന്ന് പറയുന്നത് ഇൻ കംപ്ലയൻസ് വിത്ത് കമ്പനീസ് ആക്ട് ആണോ, അതാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ആർ ഇൻ കംപ്ലയൻസ് വിത്ത് കമ്പനീസ് ആക്ട് ദർ ഇസ് നോ പ്രോബ്ലം. കമ്പനീസ് ആക്ടിന് വഴങ്ങിയാണോ, അപ്പോൾ കംപ്ലയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിനെ അനുസരിച്ച് പോവുക, ഒന്നിന് വഴങ്ങിപ്പോവുക. അപ്പോൾ ഒരു കാര്യത്തിനെ അനുസരിച്ചാണോ പോണത്? എന്ത് കാര്യത്തിന്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചാണോ കമ്പനികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളിവിടെ പരിശോധിക്കുവാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് അനുസരിച്ചാണോ കാര്യങ്ങൾ ഗവേൺ ചെയ്തു പോകുന്നത്, അതിനാണ് ഈ കംപ്ലയൻസസ് എന്ന് പറയുന്നത്. മറ്റൊന്നിന് വഴങ്ങി മറ്റൊന്നിനെ അനുസരിച്ച് പോവുക, അതാണ് ഈ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ കംപ്ലൈൻറ്റുമായിട്ട് നമ്മൾ മനസ്സിൽ കാണുന്ന പരാതി അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാ പറയുന്നത്, സ്പെല്ലിങ്ങിനകത്ത് തന്നെ വ്യത്യാസമുണ്ട്. സംബന്ധിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിക്ഷണറി നോക്കാം. ഓക്കെ, രണ്ടും രണ്ടാണ്. കംപ്ലൈൻറ്റ് വേറെ, ഇവിടുത്തെ ഈ കംപ്ലയൻസസ് വേറെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ബ്രീഫിംഗ് ഇങ്ങനെയാണ്. നമ്മുടെ 4ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം ഇന്ത്യൻ കമ്പനീസ് ആക്ടിന് വഴങ്ങി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ടിന് വഴങ്ങി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഈ പറയുന്ന നമ്മുടെ ഈ മൊഡ്യൂളിനകത്ത് ചർച്ച ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതിന് വഴങ്ങിയാണോ പോകുന്നത്, അതാണ് ഈ കംപ്ലയൻസസ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ അങ്ങനെ കമ്പനീസ് ആക്ട് അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു റൂൾസും റെഗുലേഷനും ഒക്കെ അനുസരിച്ചാണോ കമ്പനി മുന്നോട്ട് പോകുന്നത്, അത് ചെക്ക് ചെയ്യുന്നതിനെയാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഈസ് എ പ്രോസസ് ടു ചെക്ക് കണ്ട കംപ്ലൈൻസസ് മെയ്ഡ് ബൈ ദ കമ്പനി. ഇത് കേട്ടാൽ ഉടനെ പിള്ളേർ വിചാരിക്കുന്നത് കമ്പനി എന്തോ കംപ്ലൈൻറ്റ് കൊടുത്തെന്നാണ്. ഞാൻ അതാണ് ആദ്യമേ തിരുത്തിയത്. ഇവിടെ കംപ്ലൈൻ്റ് അല്ല, പരാതി എന്നല്ല, ഇത് വേറൊരു ഇംഗ്ലീഷ് വാക്കാണ്. നമ്മൾ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാമ്യം ഉണ്ടെന്ന് കരുതി ഇത് പരാതിയുമായിട്ട് ഒരു ബന്ധമില്ല ഈ വാക്കിന്. ഇത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് വേർഡാണ്. കംപ്ലയൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനീസ് ആക്ടിനനുസരിച്ച്, കമ്പനീസ് ആക്ടിന് വഴങ്ങി, അനുസരണയോടുകൂടി, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ സെക്രട്ടേറിയൽ ഓഡിറ്റ് നടത്തുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റ ഒന്നും പരിശോധിക്കാനല്ല. എന്ത് ചെക്ക് ചെയ്യാനാ? ഇറ്റ് ഈസ് എ പ്രോസസ് ടു ചെക്ക് കംപ്ലയൻസസ് മെയ്ഡ് ബൈ ദ കമ്പനി അണ്ടർ കമ്പനീസ് ലോ ഓർ എനി അതർ ലോ, റൂൾസ്, റെഗുലേഷൻ, പ്രൊസീജിയർ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ചോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റേ റൂൾസ്, റെഗുലേഷൻ, പ്രൊസീജിയർ ഇതൊക്കെ അനുസരിച്ച് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്, അത് പരിശോധിക്കുന്നതിനെയാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്താണെന്നാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത്. സോ സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡേറ്റയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. കമ്പനിയുടെ പ്രവർത്തനം, കമ്പനിയുടെ പ്രോസസ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു രീതി ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് തന്നെയാണോ അത് പരിശോധിക്കുന്നതിനെയാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം നിയമാനുസൃതമാണെന്ന് ഉറപ്പ് വരുത്തേണ്ട, ഐ റിപ്പീറ്റ്, ഒരു കമ്പനിയിൽ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു കമ്പനി പ്രവർത്തിക്കാൻ ആവശ്യമായ എന്താണോ നിയമം ആ നിയമത്തിനനുസരിച്ചാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടുന്ന ഒരു ജോലിയാണ് കമ്പനി സെക്രട്ടറി. നിങ്ങൾക്കൊക്കെ ബികോം കഴിഞ്ഞിട്ട് പഠിക്കാവുന്നൊരു കോഴ്സാണ് CS എന്ന് പറയുന്നത്, കമ്പനി സെക്രട്ടറി. സോ കമ്പനി സെക്രട്ടറി എന്ന പൊസിഷൻ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. നോക്കൂ, കമ്പനിയുടെ പ്രവർത്തനം, അതായത് കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, കമ്പനിയുടെ പ്രവർത്തനം കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നതിന് ഏതൊക്കെ ആക്ട് അനുസരിച്ചാണോ പ്രവർത്തിക്കേണ്ടത് ആ നിയമത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുറപ്പ് വരുത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരാണ് കമ്പനി സെക്രട്ടറി. ഇയാളാണ് നിയമപരമായിട്ട് കമ്പനിക്ക് പരിരക്ഷ കൊടുക്കേണ്ടത്. കമ്പനിയുടെ പോക്ക് എപ്പോഴെങ്കിലും നിയമം നിയമത്തിനനുസരിച്ച് അല്ലാതെ പോയാൽ അത് ഈ കമ്പനി സെക്രട്ടറിയുടെ പിടിപ്പുകേടാണ്. അപ്പോൾ കമ്പനിയിൽ വളരെ 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 വിലപ്പെട്ട ഒരു പൊസിഷനാണ്. KMP ആണ്, കീ മാനേജറിയൽ പേഴ്സൺസിൽ ഒരാളാണ് ഈ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർമ്മ വേണം, നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനം മുഴുവനും ഇയാൾ മോണിറ്റർ ചെയ്യണം. എവിടെയെങ്കിലും ഒരിടത്ത് കമ്പനീസ് ആക്ടിനനുസരിച്ച് അല്ലെങ്കിൽ ഇയാൾ അപ്പോൾ തന്നെ അത് തിരുത്തണം. ക്ലിയർ ആകുന്നുണ്ട്? അപ്പോൾ സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ മൊഡ്യൂൾ മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും ലോ അനുസരിച്ചാണോ കമ്പനി മുന്നോട്ട് പോകുന്നത് ആ ഒരു പരിശോധനയാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ്. അത് ഉറപ്പ് വരുത്തുന്ന ആളുടെ പേരാണ് കമ്പനി സെക്രട്ടറി. ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. നിയമപരമായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് എല്ലാം ഒന്നും പഠിക്കാനില്ല. ഒരു ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനി കമ്പനീസ് ആക്ട് അനുസരിച്ച് 100,000 കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമുക്ക് പക്ഷേ CSRനെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇത് നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് CSRനെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നീട് കമ്പനി സെക്രട്ടറിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ മൊഡ്യൂളിൽ 2 ടോപ്പിക്കാണ്, CSRും കമ്പനി സെക്രട്ടറി. CSRനെ പറ്റിയും കമ്പനി സെക്രട്ടറിയുടെ കുറച്ച് കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇതാണ് നമ്മൾ ശരിക്കും ഡീൽ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നമുക്കത് അത്രയൊന്നും സമയം വരത്തില്ല. നമ്മുടെ സിലബസ് കുറച്ചുകൂടി ഷോർട്ടാണ്. നമുക്ക് CSR മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ പറയുന്ന CSR എന്താണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കമ്പനികളും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് CSR. അപ്പോൾ CSR എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരൊറ്റ കാര്യമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, എന്താണ് CSR? അതാണ് നമ്മുടെ മെയിൻ ഒരു ടോപ്പിക്ക്. ഇവിടെ നിന്നൊക്കെ essay പ്രതീക്ഷിക്കാം. CSR എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, കോർപ്പറേറ്റ് മീൻസ് കമ്പനി, കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് സൊസൈറ്റിക്ക് ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്ന. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയാണല്ലോ, അവർ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നടത്തിക്കോട്ടെ, പക്ഷേ ഇൻ അഡീഷൻ ടു ദാറ്റ് അവർ നിർബന്ധമായിട്ടും
നിർബന്ധമായിട്ടും സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിരിക്കണം. റെഫേഴ്സ് ടു വാട്ട് ദ ബിസിനസ് ഡസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് വരുന്ന രീതിയിൽ കമ്പനി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സൊസൈറ്റിക്ക് ഗുണമുള്ളതാണോ? ഇന്ത്യയിലൊരു കമ്പനി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരും, ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരും, ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടും. അതെല്ലാം സൊസൈറ്റിക്ക് നല്ലതാണ്. ബട്ട് CSR എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സൊസൈറ്റിക്ക് നല്ലതാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾ CSR എന്ന പേരിൽ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പേരിലും കൂടെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും അധികം ചെയ്യണം. അതെന്താണാവോ ചെയ്യേണ്ടത്? ഇതാണ് 3 വർഷത്തെ, കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% എമൗണ്ട് കമ്പനി സൊസൈറ്റിയിലേക്ക് ചാരിറ്റി പോലുള്ള പ്രവർത്തനത്തിന് ചിലവാക്കിയിരിക്കണം. ഒന്ന് പഠിച്ചേക്കണേ. CSRൻ്റെ കേസ് പറയുവാണ്, ബോർഡ് ഓഫ് എവറി കമ്പനി ഷാൾ എൻഷുർ ദാറ്റ് ദ കമ്പനി സ്പെൻഡ്സ് ഇൻ എവറി ഫിനാൻഷ്യൽ ഇയർ അറ്റ് ലീസ്റ്റ് 2% ഓഫ് ദ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി മെയ്ഡ് ഡ്യൂറിങ് ദ 3 ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയേഴ്സ്. അതായത് ഇപ്പോൾ 2020 CSR ചെയ്യേണ്ടതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ്, അതായത് 19, 18, 17 ഈ 3 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ 2% എമൗണ്ട് എങ്കിലും കൂടുതൽ ചിലവാക്കാൻ കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടേ? അപ്പോൾ നമ്മളിപ്പോൾ ഏത് വർഷമാണോ CSR ആക്ടിവിറ്റിയിലേക്ക് പോകാനിരിക്കുന്നത്, എക്സാമ്പിൾ 2020 കമ്പനി പറയുവാണ് സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ പോരാ. നിയമം പറയുന്നത് 2020 നിങ്ങൾ CSRന് ഇറങ്ങുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 19, 18, 17 ഈ 3 വർഷത്തെ നിങ്ങളുടെ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുക്കണം. പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുക്കുക. ആ എമൗണ്ടിൻ്റെ 2%. ഒരു കാര്യം മനസ്സിലാക്കണം, മൾട്ടിനാഷണൽ കമ്പനികളെ സംബന്ധിച്ച് ഇത് ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയായിരിക്കും. അത്രയും രൂപയ്ക്ക് തുല്യമായിട്ട് നിങ്ങൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന കംപ്ലയൻസ് ഇത് നടക്കത്തില്ല. ഇന്ത്യൻ കമ്പനീസ് ആക്റ്റിൽ നിർബന്ധമായിട്ടും പറയുന്നുണ്ട് എല്ലാ കമ്പനികളും CSR പാലിച്ചിരിക്കണം. എന്താണ് ഈ CSR എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഏത് വർഷമാണോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് വല്ലതും ചെയ്യാൻ പോകുന്നത്, അതിന് തൊട്ട് മുൻപുള്ള 3 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ 2%. പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുക്കണം. 3 കൊല്ലത്തെ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 3, അപ്പോൾ ആവറേജ് കിട്ടും. ആ എമൗണ്ടിൻ്റെ 2% എത്രയാണോ ആ എമൗണ്ട്, 2%-ന് തുല്യമായ എമൗണ്ട് നിങ്ങൾ സൊസൈറ്റിയിലേക്ക് ചിലവാക്കിയിരിക്കണം. ഇനി സൊസൈറ്റിക്ക് ഇവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? ഒരു കമ്പനിക്ക് സൊസൈറ്റിയിലേക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? ഇതൊക്കെ. പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാം. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വളർത്താൻ എന്തും ചെയ്യാം. ജെൻഡർ ഇക്വാളിറ്റിയും എംപവറിങ് വുമണും, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടുന്ന എന്തും ചെയ്യാം. ചൈൽഡ് മോർട്ടാലിറ്റി കുറയ്ക്കുക, ശിശുമരണങ്ങൾ കുറയ്ക്കുക. മെറ്റേണൽ ഹെൽത്തി, ഓക്കെ, നമ്മുടെ ഒരു ശിശുമരണ നിരക്കൊക്കെ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ കുറയ്ക്കുക. പിന്നീട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടുന്നതിൽ എന്തും ചെയ്യാം. എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, പരിസ്ഥിതിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ദെൻ ഇങ്ങനെ കുറേ ഉണ്ട്. എംപ്ലോയ്മെൻറ്റ് എൻഹാൻസിങ് വൊക്കേഷണൽ സ്കിൽസ്, ജോലി സാധ്യതയുള്ള സ്കിൽസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സോഷ്യൽ ബിസിനസ് പ്രോജക്റ്റുകൾ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ SC/ST വെൽഫെയർ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവർക്കുണ്ട്. ഇതെല്ലാം തന്നെയും ഞാൻ പറഞ്ഞ എമൗണ്ടിന് തുല്യമായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഈ കണക്ക് കാണിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് CSR എന്ന് പറയുന്നത്. വേണമെങ്കിൽ ചെയ്താൽ പോരാ, അതാ പറയുന്നത്. ഈ എമൗണ്ട് നിർബന്ധമാണ്. ഇതിൽ കൂടുതലും ചിലവാക്കാം, അത് കമ്പനിയുടെ ഇഷ്ടം. പക്ഷേ ഇത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ CSR എന്താണെന്ന്? സൊസൈറ്റിയിലേക്ക് അവരെന്തൊക്കെ ചെയ്താലും CSR എന്ന പേരിലും കൂടെ ഈ ഒരു എമൗണ്ട് സൊസൈറ്റിക്ക് ചിലവാക്കണം. എങ്ങനെയൊക്കെ ചിലവാക്കാം? ഈ വഴിയിലെല്ലാം ചിലവാക്കാം, ഇങ്ങനെയെല്ലാം ചിലവാക്കാം. ഓക്കെ, അല്ലാതെ അവർക്ക് തോന്നിയ കാര്യം സൊസൈറ്റി ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ CSR ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കമ്പനീസ് ആക്റ്റും സെൻട്രൽ ഗവൺമെൻറ്റും അംഗീകരിക്കുന്ന കാര്യമായിരിക്കണം. അവർ പറയുവാണ് ഞങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യൻ കമ്പനീസ് ആക്റ്റിലും സെൻട്രൽ ഗവൺമെൻറ്റും നോട്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. ഓക്കെ, ഒന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടിരുന്നാലും മതി, അതും ഇതിനകത്ത് അംഗീകരിക്കുന്നുണ്ട്. ഇതിനെയാണ് CSR എന്ന് പറയുന്നത്. ഇനി ഈ CSRന്
രണ്ട് വാദമുഖങ്ങളുണ്ട്. കുറേ ആൾക്കാർ CSRനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവർ ഏൺ ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 2% സൊസൈറ്റിക്ക് ചിലവാക്കണം, CSR നല്ലതാണ്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചിലർ CSRനെ എഗെയിൻസ്റ്റാണ്. CSRൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത്. ഇത് നമുക്കൊരു എസ്സേ ടോപ്പിക് കേട്ടോ. CSRനെ എഗെയിൻസ്റ്റ് ആയിട്ടും ഫോർ ആയിട്ടും സംസാരമുണ്ട്. കുറേ പേര് പറയുന്നത് CSR നല്ലതാണ്, ഫോർ അംഗീകരിക്കുന്നുണ്ട്. ചിലർ എഗെയിൻസ്റ്റാണ്, പറ്റില്ല, CSRൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും പറയാൻ രണ്ട് ന്യായങ്ങളാണ്. നിങ്ങളിത് രണ്ടും കൂടെ ചർച്ച ചെയ്തിട്ട് ഏതാണ് നല്ലത് എന്നൊന്നും പറയണ്ട, രണ്ടാൾക്കാരും അവരുടെ വ്യൂ പോയിൻ്റ് പറയുവാണ്. അപ്പോൾ കമ്പനികളെ സംബന്ധിച്ച് CSR എന്ന് പറയുന്നത് നിയമപരമായിട്ട് ചെയ്തേ പറ്റൂ. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ CSR എല്ലാ കമ്പനികളും ചെയ്തേ പറ്റൂ. എന്നിരുന്നാൽ പോലും ഒരു വിഭാഗം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് CSRൻ്റെ ആവശ്യമില്ലെന്നാണ്. നമുക്ക് രണ്ടുപേരുടെയും വ്യൂ പോയിൻ്റ് പെട്ടെന്ന് നോക്കാം. ആദ്യം ആർഗ്യുമെൻറ്റ്സ് ഫോർ CSR വേണം, ഫേവറാണ്, CSR വേണം. കാരണം എന്തൊക്കെയാണ് അവർ പറയുന്നത് നോക്കാം, പെട്ടെന്ന് പറയാം. പബ്ലിക് എക്സ്പെക്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ് നിലനിന്ന് പോകുന്നത് പബ്ലിക്കിൻ്റെ പൈസ വെച്ചിട്ടാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ കച്ചവടമല്ലേ, ഇവർ കച്ചവടം ചെയ്യുമ്പോൾ വാങ്ങാനുള്ള ആൾക്കാരാരാ, പബ്ലിക് അല്ലേ. അപ്പോൾ പബ്ലിക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെയും കൂടെ സപ്പോർട്ടിലാണ് ബിസിനസ് വളരുന്നത്, സോ നിങ്ങൾക്ക് കിട്ടുന്നതിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം. ആ ഒരു പബ്ലിക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞങ്ങളുടെ പൈസ കൊടുത്താണല്ലോ ഞങ്ങൾ സാധനം വാങ്ങുന്നത്. ഓക്കെ, സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിലും പബ്ലിക്കും ബിസിനസ്സും ഇങ്ങനെ ഒരു കൈ കോർത്തല്ലേ പോകുന്നത്. അപ്പോൾ പബ്ലിക് എക്സ്പെക്റ്റ് ചെയ്യും ബിസിനസ് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. ആ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾ കീപ്പ് ചെയ്യണം. CSRന് ഫേവറബിളായിട്ടാണ് സംസാരിക്കുന്നത്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ പബ്ലിക് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകാർ നമുക്ക് വേണ്ടി വല്ല സ്കൂൾ പണിയുകയോ നമ്മുടെ എന്തെങ്കിലും സ്പോൺസർ ചെയ്യുകയോ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമ്പോൾ ബിസിനസ്സുകാരിൽ നിന്നല്ലേ നമ്മൾ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത്. ഇപ്പോൾ ഉത്സവം നടക്കുന്നു, ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഒരു പെരുന്നാൾ നടക്കുന്നു. മിക്കവാറും കേസിൽ ഏതെങ്കിലുമൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളായിരിക്കും ആ അമ്പലത്തിലോ പള്ളിയിലോ ആവശ്യമായ മിക്കവാറും കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. വഴിവിളക്കുകൾ സ്പോൺസർ ചെയ്തത് ഇന്ന ആൾക്കാർ, ഇന്നത്തെ ദിവസത്തെ പരിപാടി സ്പോൺസർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാര്യം ആ അമ്പലക്കാരോ അല്ലെങ്കിൽ പള്ളിക്കാരോ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ഈ ഉത്സവം നടക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി അവർക്ക് കച്ചവടം കൂടുതൽ കിട്ടും. ഇപ്പോൾ ഒരു അമ്പലമോ പള്ളിയോ ആയിക്കോട്ടെ, അതിൻ്റെ ചുറ്റളവിൽ നടക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾക്ക് ഈ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് കൂടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനൊരു ഉത്സവം നടന്നതുകൊണ്ടല്ലേ അവർക്ക് ബിസിനസ് കൂടുതൽ കിട്ടിയത്. അതെ, അപ്പോൾ ആ അമ്പല കമ്മിറ്റിയിലെ ആൾക്കാർ പ്രതീക്ഷിക്കത്തില്ലേ ആ ബിസിനസ്സുകാരൻ അതിൻ്റെ ചെറിയൊരു ഭാഗം അമ്പലത്തിലേക്ക് കൊടുക്കും. ആ ഒരു എക്സ്പെക്റ്റേഷൻ പബ്ലിക്കിനും ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ആ എക്സ്പെക്റ്റേഷൻ ബിസിനസ്സുകാർ കീപ്പ് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പബ്ലിക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നെക്സ്റ്റ്, ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ബിസിനസ്. അതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബിസിനസ് സ്ഥാപനം വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ബിസിനസ് ഇവിടെ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ ഏരിയയിലുള്ള ആളുകൾ മുഴുവനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ലതായിരിക്കണം. കയ്യിൽ 5 പൈസ ഇല്ലാത്ത ആൾക്കാരുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്താൽ ആ ബിസിനസ് വളരില്ല. സോ ബിസിനസ്സുകാരൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ് ആ ഒരു സൊസൈറ്റി ഒന്ന് ഡെവലപ്പായി വരേണ്ടത്. ഞാൻ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് ലുലു മാൾ. കേരളത്തിൽ തന്നെ നമ്പർ 1 ഒരു മാളാണ് ലുലു മാൾ. ഈ ലുലു മാൾ എന്ന് പറയുന്നത് വയനാട്ടിലെ അട്ടപ്പാടിയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഞാനൊരു പർട്ടിക്കുലർ ഏരിയ കളിയാക്കുന്നതല്ല. ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ ഹൃദയഭാഗമായ ഇടപ്പള്ളിയിലാണ്, എറണാകുളം ഇടപ്പള്ളിയിലാണ്. കാരണം എറണാകുളം ഡിസ്ട്രിക്റ്റിനകത്താണ് ഏറ്റവും കൂടുതൽ പോഷ് ലൈഫ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർ ട്രിവാൻഡ്രത്ത് തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ആ ഏരിയ നോക്കിയാണ് വെച്ചിരിക്കുന്നത്. സോ ആ ഒരു സൊസൈറ്റി നല്ല രീതിയിൽ നന്നായിട്ട് മുന്നോട്ട് പോയാലേ ലുലു മോളിൽ കച്ചവടം നടക്കൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ 5 പൈസ പോലും എടുക്കാനില്ലാത്ത കുറേ ആൾക്കാരുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒരു ഷോപ്പിംഗ് മോൾ വെച്ചാൽ അത് ജയിക്കില്ല. അപ്പോൾ ബിസിനസ്സുകാരൻ ആ സൊസൈറ്റിയെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനും കൂടെ ശ്രമിക്കുന്നത് നല്ലതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബെറ്റർ എൻവയോൺമെൻറ്റ് കിട്ടിയാലേ ആ ബിസിനസ് തഴച്ച് വളരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു പ്രളയം ഉണ്ടായി 2018 കേരളത്തിൽ. 2018 പ്രളയം ഉണ്ടായപ്പോൾ ഓവറോൾ കേരളയുടെ സാമ്പത്തികാവസ്ഥ മൊത്തത്തിൽ ഞെരുങ്ങിപ്പോയി. കേരളം ഒരു നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് തകർന്നു പോയി. ഓട്ടോമാറ്റിക്കലി ബിസിനസ്സുകാരാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ചിലർ 5 കോടി കൊടുത്തു, ചിലർ 10 കോടി കൊടുത്തു. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിസിനസ്സുകാരങ്ങനെ പൈസ കൊടുത്ത് ആ തകർന്നടിഞ്ഞ നമ്മുടെ കേരളത്തിനെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വന്നാലേ
ഇനി അവർക്ക് ബിസിനസ് നടക്കൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരൊരു ടു വേ തിങ്കിങ് ആണ്. ജനങ്ങളെ സഹായിച്ചു എന്നും ആവും, ജനങ്ങൾ പഴയ പോലെ ഉയർന്നു വന്നാലേ ബിസിനസ്സിലേക്ക് ആൾ വരൂ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ജോലിയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. തുടക്കം നമ്മുടെ എൻവയോൺമെൻ്റ് ഉള്ള സൊസൈറ്റി അതൊന്ന് ഉയർത്തിക്കൊണ്ട് വന്നാലേ അവർക്ക് ബിസിനസ് നടക്കൂ. ക്ലിയർ? അതാണ് ബെറ്റർ എൻവയോൺമെൻറ്റ് ഫോർ ബിസിനസ്. ഒരു പബ്ലിക് ഇമേജ് ആണ് അല്ലേ? ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, ഇന്ന സ്ഥാപനം സ്പോൺസർ ചെയ്യുന്നത്, ഇന്ന പരിപാടി സ്പോൺസർ ചെയ്യും, അപ്പം അത് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും. നല്ലൊരു പബ്ലിക് ഇമേജ് അല്ലേ ആൾക്കാരെ സഹായിക്കുന്ന ബിസിനസ് സ്ഥാപനമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ നിന്നാണല്ലോ ഇവർക്ക് ഈ പൈസ മൊത്തം വരുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിൽ കയറി ഇടപെടുന്നത് ബിസിനസ്സുകാർ തന്നെയാണ്. അതാണൊരു മോറൽ റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെ CSRന് ഫേവറബിളായിട്ടാണേ. പിന്നെ ഗവൺമെൻറ് റെഗുലേഷൻ, തീർച്ചയായിട്ടും നമ്മളത് 2% ചിലവാക്കിയേ പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, നിർബന്ധമായിട്ടും ചിലവാക്കിയേ പറ്റൂ. അങ്ങനെ ഒരു ഫേവറബിൾ കണ്ടീഷനുണ്ട്. 2% ചിലവാക്കിയേ പറ്റൂ. അതാണ് ഈ ഗവൺമെൻറ് റെഗുലേഷൻ. പിന്നെ ബിസിനസ് ഹാസ് ദ റിസോഴ്സസ്. ബിസിനസ്സിന് ഇതെല്ലാം ചെയ്യാനുള്ള റിസോഴ്സസ് ഉണ്ടല്ലോ. സർക്കാരിനേക്കാളും പണമുള്ളത് ബിസിനസ്സുകാരുടെ അല്ല. അപ്പോൾ കുറച്ച് പൈസ സൊസൈറ്റിക്ക് വേണ്ടി ചിലവാക്കാം. നെക്സ്റ്റ്, ലെറ്റ് ബിസിനസ് ട്രൈ. എന്തിനാണ് എല്ലാം അങ്ങ് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ലാർജ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ബിസിനസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിനേക്കാളും ഹോൾഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഗവൺമെൻറ് ഫെയിൽ ആകുന്നിടത്ത് ബിസിനസ്സുകാർക്ക് ചെയ്തുകൂടാ? അപ്പോൾ ലെറ്റ് ദ ബിസിനസ് ട്രൈ, ആ ഒരു കേസ്. നെക്സ്റ്റ്, സിറ്റിസൺഷിപ്പ് ആർഗ്യുമെൻറ്റ്. സിറ്റിസൺഷിപ്പ് ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കമ്പനീസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നല്ലേ, ജീവനുള്ള വ്യക്തിയല്ലേ, എങ്കിലും ഇന്ത്യയിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന രീതിയിൽ സൊസൈറ്റിയോട് കുറച്ച് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സിറ്റിസൺഷിപ്പ് ആർഗ്യുമെൻറ്റ് വരുന്നത്. ഓക്കെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എല്ലാം തകർന്നടിഞ്ഞതിന് ശേഷം കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴേ നമ്മുടെ സൊസൈറ്റിയെ ഒന്ന് ഉയർത്തി നിർത്തിയാൽ തീർച്ചയായിട്ടും ബിസിനസ്സിനും നല്ലതാണ്. ഓക്കെ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൊസൈറ്റി ഇമ്പ്രൂവ്ഡായി പോയാൽ മാത്രമേ, നല്ല ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള സൊസൈറ്റി മാത്രമേ നല്ല ബിസിനസ്സുകൾ വിജയിക്കത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ജംഗ്ഷനുകളിലാണല്ലോ ഏറ്റവും കൂടുതൽ കടകളുള്ളത്. കാര്യം എന്താ? ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സും ബിസിനസ് മൈൻഡ് പീപ്പിളും കൊണ്ടുവന്ന് വെക്കുന്നത്. കാരണം ആൾക്കാർ കൂട്ടം കൂടുന്ന സ്ഥലമാണ്. അപ്പം അത്രയും ജംഗ്ഷനിലേക്കുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, സിറ്റി ലൈഫും റൂറൽ ഏരിയ ലൈഫും രണ്ടാണ്. നിങ്ങൾ ബിസിനസ് കമ്പയർ നോക്കിയാൽ മതി. സിറ്റിയിലുള്ള അത്രയും ബിസിനസ് റൂറൽ ഏരിയ വരത്തില്ല. കാര്യം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിറ്റിയിൽ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നിർത്തേണ്ടത് ബിസിനസ്സുകാരനെ കൂടെ ആവശ്യമാണ്. ലാസ്റ്റ് വൺ, ഡ്യൂട്ടി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി സൂചനയാണ്. സൊസൈറ്റിക്ക് നന്ദി പറയുന്ന പോലെയാണ്. നിങ്ങളാണ് ഞങ്ങളെ വളർത്തിയത്, അതിനുള്ള നന്ദിയാണ്. ഇത്രയും കാര്യങ്ങളാണ് CSRനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഒന്നാമത്തത് പബ്ലിക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. 2, എൻവയോൺമെൻറ്റ്, ബിസിനസ്സിന് വേണ്ടി എൻവയോൺമെൻറ്റ് കീപ്പ് ചെയ്യേണ്ടുന്നത് ബിസിനസ്സുകാരുടെ ജോലിയാണ്. നെക്സ്റ്റ്, പബ്ലിക് ഇമേജാണ്. ഇതൊരു മോറൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. 6th വൺ ഈസ് ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് ഒഴിയാനുള്ള ഫ്രീഡം ഇല്ല. ഗവൺമെൻറ് റെഗുലേഷൻ ഉള്ളതാണ്, CSR ചെയ്തേ പറ്റൂ. 6ാമത് പറയുന്നത് ബിസിനസ്സിന് റിസോഴ്സ് ഉണ്ടല്ലോ. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, മണി, മെറ്റീരിയൽ എല്ലാം അവരുടെ കയ്യിൽ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അവർക്ക് ചെയ്തുകൂടാ? ലെറ്റ് ദ ബിസിനസ് ട്രൈ. എല്ലാം എന്തിനാണ് ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ബിസിനസ് അവരുടെ കഴിവ് പ്രയോഗിച്ചോട്ടെ. 8, ഇന്ത്യയിലെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ദ ബിസിനസ് കോർപ്പറേഷൻ ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അവരത് ചെയ്യണം. 9th വൺ ഈസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. മീൻസ് നമ്മുടെ ബിസിനസ്സുകാർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സൊസൈറ്റി ഒന്ന് ഡെവലപ്പാക്കി നിർത്തിയാൽ അവർക്ക് അവരുടെ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഡ്യൂട്ടി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി സൂചനയാണ്. സൊസൈറ്റിക്ക് നന്ദി പറയുന്ന പോലെയാണ്. കാര്യം നിങ്ങളാണ് ഞങ്ങളെ വളർത്തിയത്. ഇത്രയുമാണ് CSRനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എല്ലാം നല്ല പോയിന്റുകളാണല്ലോ. നിങ്ങൾ അവരുടെ കൂടെ അങ്ങ് ചേരും. ഇതെല്ലാം മാർക്ക് ആൻ്റണി ബ്രൂട്ടസിൻ്റെയും പ്രസംഗം പോലെയാണ്. ആദ്യത്തെ ആൾ വന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മൾ അയാളുടെ കൂടെ ചേരും. ഇപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും തീർച്ചയായിട്ടും CSR വേണം, CSR നിർബന്ധമായിട്ടും വേണം. അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുവാണേ. ഇനി എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നവർ CSR വേണ്ട, CSR വേണ്ട, അല്ലെങ്കിൽ CSR ഒക്കെ എന്തിന് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട്. ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് CSRനെതിര്. ഒന്നാമത്തത്, ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയാണ്, എക്കണോമിക്കൽ ഒബ്ജക്റ്റീവാണ്, അല്ലാതെ സോഷ്യൽ അല്ല. സൊസൈറ്റിയെ നന്നാക്കി എടുക്കണമെന്ന് എന്തിനാണ് ബിസിനസ്സുകാരെ നിർബന്ധിക്കുന്നത്? അവരാരെയും കട്ട് മോഷ്ടിച്ചൊന്നും അല്ലല്ലോ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ 3 വർഷത്തെ
കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 2% എടുത്തങ്ങ് സൊസൈറ്റി ചിലവാക്കണമെന്ന് പറഞ്ഞാൽ ഈ പൈസ ബിസിനസ്സുകാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ. അതെന്തിനാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? സൊസൈറ്റിയോട് ഇയാൾ വല്ല വഞ്ചനയും കാണിച്ചോ? സൊസൈറ്റിയിൽ എന്തെങ്കിലും വില കൂട്ടി വിറ്റോ? എന്തെങ്കിലും മായം ചേർത്തോ? അങ്ങനത്തെ ഒരു കള്ളത്തരവും കാണിക്കുന്നില്ലല്ലോ. നോർമലി ബിസിനസ് ചെയ്തു, അയാൾ കഷ്ടപ്പെട്ടു, അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. അതിൻ്റെ 2% വീണ്ടും സൊസൈറ്റിക്ക് കൊടുക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ ചോദിക്കുന്നതല്ല, ഇതാണ് എഗെയിൻസ്റ്റ്. ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അയാളുടെ കഴിവാണ്. അതെന്തിനാണ് എടുത്ത ആൾക്കാരുടെ വെൽഫെയറിന് ചിലവാക്കണമെന്ന് പറയുന്നത്? ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കോട്ടെ, ആ പ്രോഫിറ്റ് ഉപയോഗിച്ച് വീണ്ടും ബിസിനസ് ചെയ്യട്ടെ. ആൾക്കാർക്ക് ആവശ്യം എന്താ? ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് ഫെയർ പ്രൈസ്. അത് കൊടുത്താൽ പോരെ എന്നാണ് ഈ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്, അല്ലാതെ സോഷ്യൽ വെൽഫെയർ അല്ല എന്നിവർ പറയുന്നു. രണ്ടാമത്തത്, സൊസൈറ്റി ഹാസ് ടു പേ ദ കോസ്റ്റ്. ഈ ബിസിനസ് സ്ഥാപനങ്ങൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നും പറഞ്ഞ് CSR എന്നും പറഞ്ഞ് പൈസയൊക്കെ ചിലവാക്കും. പക്ഷേ ബിസിനസ്സുകാർ ആ പൈസ വേറെ ഏതെങ്കിലും വഴി സൊസൈറ്റിയിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കത്തില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. പ്രോഫിറ്റിൻ്റെ 2% നമ്മുടെ സൊസൈറ്റിക്ക് ചിലവാക്കുമ്പോൾ ഇൻഡയറക്റ്റ്ലി അത് കസ്റ്റമേഴ്സിൻ്റെ പ്രൈസൊക്കെ കൂട്ടി തന്നെ ചിലപ്പോൾ തിരിച്ചു പിടിച്ചാലോ സൊസൈറ്റി തന്നെ ഈ പറയുന്ന പ്രൈസ്, ഈ പറയുന്ന ചിലവ് തിരിച്ചു കൊടുക്കേണ്ടി വരും. അല്ലാതെ ബിസിനസ്സുകാരൊന്നും ഫ്രീ ആയിട്ട് ചെയ്യത്തില്ല. ഇതാണ് അവർ പറയുന്നത്. 3, എക്സസീവ് കോൺസെൻട്രേഷൻ ഓഫ് പവർ. സൊസൈറ്റിയിൽ ഓരോ കാര്യവും ചെയ്യാനായിട്ട് കമ്പനികളെ ഏൽപ്പിക്കുമ്പോൾ സർക്കാരിനുള്ള അധികാരം പോലെ അവർക്കും പിന്നെ അധികാരമാവും. ഒരു ഉദാഹരണത്തിന്, ഒരു സ്കൂൾ ഇവരങ്ങ് തുടങ്ങുന്നു, ഒരു ഹോസ്പിറ്റൽ ഇവരങ്ങ് തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ മൊത്തം ഇവർ കടമെടുക്കുന്ന കണക്കാണ്. ആവശ്യത്തിൽ കൂടുതൽ പവർ ഈ കോർപ്പറേറ്റ് സെക്ടർ സൊസൈറ്റിയിൽ കാണിക്കും. അങ്ങനൊരു പ്രശ്നം അവർ പറയുന്നുണ്ട്. ലാക്ക് ഓഫ് സോഷ്യൽ സ്കില്ല്. ബിസിനസ് മാനെ സംബന്ധിച്ച് അവർക്ക് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്, അവർക്ക് പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബിസിനസ് പ്രോബ്ലങ്ങളെ പറ്റി അവർക്കറിയാവും. സൊസൈറ്റിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ എഫിഷ്യൻ്റ് ആണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പരിഹരിക്കാനുള്ളൊരു കഴിവ് ബിസിനസ്സിനകത്തുണ്ടോ? ബിസിനസ്സിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ബിസിനസ് കാര്യങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷെ അവർക്കതിന് സോഷ്യലി ഇറങ്ങുമ്പോൾ സ്കില്ലുണ്ടോ എന്ന് സംശയമുണ്ട്. ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. CSRൻ്റെ ഭാഗമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം സൊസൈറ്റിയിൽ എന്തെങ്കിലും ചെയ്യുവാണ്. CSRൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തതാണ്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ വരികയും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. CSRൻ്റെ ഭാഗമായിട്ടൊരു കമ്പനി ഒരു ഗ്രാമപ്രദേശത്തിൽ 2 സ്കൂളുകൾ തുടങ്ങി. ആ സ്കൂളുകളെല്ലാം കുട്ടികളെ പിടിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട്. CSRൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രാമപ്രദേശത്ത് 2 സ്കൂളുകളും തുടങ്ങി, അവിടെ ടീച്ചേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അതിനുള്ള സഹായം എല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ അവിടുത്തെ കുട്ടികൾ പഠിക്കുന്നില്ല, എല്ലാവരും തോൽക്കുന്നു. അതൊന്നും ഇവരുടെ ഉത്തരവാദിത്വമല്ല. ഇവർ അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ CSR എന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ വന്നാൽ അവരതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കത്തില്ല. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് CSR അനുസരിച്ച് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. ഞങ്ങൾ 2 സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കത്തില്ല, അതൊക്കെ അവന്മാരുടെ ഇഷ്ടം. ഗവൺമെൻറ്റിന് പക്ഷേ അങ്ങനെ ഒഴിയാൻ പറ്റത്തില്ല. പരാജയമാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ട് അതെന്തെങ്കിലും ചെയ്യേണ്ടി വരും. കമ്പനികൾ ഇതിനകത്ത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു കളയും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? സൊസൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്, ബാക്കിയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ ആറ്റിറ്റ്യൂഡായിപ്പോവും. അതാണ് ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. അപ്പോസിഷൻ ഫ്രം ദ സൊസൈറ്റി. ചില സമയത്ത് ഈ കമ്പനികൾ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൊസൈറ്റി അത് ചിലപ്പം അപ്പോസ് ചെയ്യും. കാര്യം അവർ പറയുന്നത് ഞങ്ങൾക്കിത് സർക്കാർ ചെയ്തു തരും. കാര്യം അവർക്കൊരു പേടിയെന്ന് പറഞ്ഞാൽ ഈ നാളെ കാലത്ത് ഈ കമ്പനിക്ക് അടിമപ്പെട്ടു പോകുമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രൈവറ്റ് കമ്പനി വന്നിട്ട് ചെയ്തു തരുവാണ്. കാര്യം പ്രൈവറ്റ് കമ്പനി ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരോടൊരു കടപ്പാട് വരും. സർക്കാരിനോട് നിങ്ങൾക്ക് കടപ്പാട് വേണ്ട. കാര്യം നമ്മുടെ ടാക്സ് എടുത്ത് തന്നെ അവർ ചെയ്യുന്നത്. ഇപ്പോൾ റോഡ് പണിയും പാലം പണിയും എല്ലാം സർക്കാർ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. CSR എന്നും പറഞ്ഞ് ഒരു പ്രൈവറ്റ് പാർട്ടി വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് പോകുമ്പോൾ നാളെ അതൊരു പ്രശ്നമാവില്ല എന്നൊരു പേടിയുള്ളവരുണ്ട്. അതുകൊണ്ട് ചില സമയത്ത് സൊസൈറ്റിയുടെ നിന്ന് സപ്പോർട്ട് കിട്ടത്തില്ല. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഓവർഹെഡ് കോസ്റ്റ് കൂടുതലാണ്. അതായത് ഈ CSRന് വേണ്ടി ചിലവാക്കുന്ന തുക മുഴുവനും ഈ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഉമാർ തിരിച്ചു പിടിക്കും, ഉറപ്പാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട്. സൊസൈറ്റിക്ക് തന്നെ അവസാനം അത് ബാധ്യതയാകും. നെക്സ്റ്റ്, ബിസിനസ് ഹാസ് കോംപ്ലക്സ് പ്രോബ്ലം. ബിസിനസ്സിനകത്ത് തന്നെ 100 പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ബിസിനസ്സിനോട് ഈ സൊസൈറ്റിയിലെ കാര്യം കൂടെ ചെയ്യാൻ പറഞ്ഞാൽ അവരാ ചെയ്യുന്നതിനകത്ത് പെർഫെക്ഷൻ ഒന്നും വരത്തില്ലെന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് 9ാമത്തത് ഒരാളുടെ വ്യൂ ആണ്. എഗെയിൻസ്റ്റ് ആണേ, CSRന് എഗെയിൻസ്റ്റ് ആയിട്ട് മിൽട്ടൺ ഫ്രൈഡ്മാൻസ് പറയുന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചോ.
മിൽട്ടൺ ഫ്രൈഡ്മാൻ എന്ന് പറയുന്ന ആൾ CSRന് എഗെയിൻസ്റ്റ് ആണ്. രണ്ട് രീതിയിലാണ് അയാൾ പറയുന്നത്. എക്കണോമിക്കായിട്ടും ലീഗലായിട്ടും അയാൾ എതിരാണ്. എക്കണോമിക്കലിയും ലീഗലിയും അയാൾ എതിരാണ്. എക്കണോമിക്കലി അയാൾ പറയുന്നത് ബിസിനസ്സിൻ്റെ ജോലി എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. അവരുടെ എഫിഷ്യൻസി മുഴുവനും ഈ പറയുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ തന്നെ കാണിച്ചാൽ മതി, അല്ലാതെ സൊസൈറ്റിക്ക് വേണ്ടി ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. അത് എക്കണോമിക്ക്. ലീഗലി പറയുന്നത് ഈ ബിസിനസ്സിലെ മാനേജേഴ്സും ബിസിനസ്സിലെ ആൾക്കാരും പ്രവർത്തിക്കേണ്ടുന്നത് ബിസിനസ്സിൽ പണം മുടക്കിയ ആൾക്കാർക്ക് വേണ്ടിയാണ്. ബിസിനസ്സിലെ ഷെയർ ഹോൾഡേഴ്സ് പണം മുടക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടാനാണ്. അപ്പോൾ ബിസിനസ് പ്രവർത്തിക്കേണ്ടുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിനാണ്, അല്ലാതെ സൊസൈറ്റിയുടെ ബെനിഫിറ്റിനല്ല. ഇത്രയുമാണ് മിൽട്ടൺ ഫ്രൈഡ്മാൻ അടക്കമുള്ളവർ ആർഗ്യുമെൻ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ. ഞാനിവിടെ CSRനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് മൊഡ്യൂൾ എന്തായിരുന്നു? കംപ്ലയൻസസ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പറയുന്ന കാര്യങ്ങൾ പോലാണോ കമ്പനി പ്രവർത്തിക്കുന്നത്, അങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സെക്രട്ടറിയൽ ഓഡിറ്റ്. അത് ചെയ്യുന്ന മനുഷ്യനാണ് കമ്പനി സെക്രട്ടറി. ഇനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് CSR ചെയ്തിരിക്കണം. എന്താണാവോ CSR? കഴിഞ്ഞ 3 വർഷത്തെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 2% സൊസൈറ്റിക്ക് വേണ്ടി ചിലവാക്കണം. സൊസൈറ്റിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം? ഈ പോയിന്റുകൾ ഓർത്ത് വെച്ചോ. പോവർട്ടി ഇല്ലാതാക്കാം, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാം, എംപവറിംഗ് വുമൺ, ചൈൽഡ് മോർട്ടാലിറ്റി കുറയ്ക്കാം, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കൂട്ടാനായിട്ട് എന്തും ചെയ്യാം, എംപ്ലോയ്മെൻറ്റ് എൻഹാൻസിങ് സ്കിൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാം, സോഷ്യൽ ബിസിനസ് പ്രോജക്റ്റുകൾ ചെയ്യാം. ഇനി ഒന്നും ചെയ്യാൻ വയ്യെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് റിലീഫ് ഫണ്ടിലേക്കോ SC/ST വെൽഫെയർ ഫണ്ടിലേക്കോ ബാക്ക്വേർഡ് ക്ലാസ്സിലേക്കോ മൈനോറിറ്റി ആൻഡ് വുമൺ ഫണ്ടിലേക്കോ അങ്ങനെ സർക്കാർ പറഞ്ഞ ഏതെങ്കിലും ഫണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്താലും മതി. ഓക്കെ. CSRന് 2 പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്. ചിലർ CSRനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ പറയുന്ന കുറച്ച് പോയിന്റുകളുണ്ട്, ഞാൻ വീണ്ടും പറയുന്നില്ല. ചിലർക്ക് CSR ഇഷ്ടമല്ല. അവർ പറയുന്നത് ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ, സൊസൈറ്റി തന്നെ അവസാനം ഇതെല്ലാം സഹിക്കേണ്ടി വരും. എന്തിനാ വെറുതെ കമ്പനിക്ക് ആവശ്യമില്ലാത്ത പവറുകൾ കൊടുക്കുന്നത്? അവർക്ക് എന്ത് സോഷ്യൽ സ്കില്ലാണ് ഉള്ളത്? കമ്പനിക്ക് സർക്കാരിനെ പോലെ എന്ത് സോഷ്യൽ സ്കില്ലുണ്ട്? വല്ലതും ചെയ്ത് വെച്ചിട്ട് പോയാൽ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ? ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, അവരിതൊക്കെ അവസാനം ഏൽക്കൂ ഞങ്ങൾ ചെയ്തതിൻ്റെ തെറ്റാണെന്ന് വല്ലോ? സൊസൈറ്റിയിൽ നിന്ന് എതിർപ്പ് നന്നായിട്ടുണ്ടാവില്ലേ? അവസാനം സൊസൈറ്റിയുടെ കോസ്റ്റ് സൊസൈറ്റി തന്നെ ഇതെല്ലാം കുടിക്കേണ്ടി വരും. ബിസിനസ്സിന് തന്നെ 100 പ്രശ്നങ്ങളില്ലേ, പിന്നെ എന്തിനാണ് അവരെ സൊസൈറ്റിയിലേക്ക് വലിച്ചടിക്കുന്നത്? മിൽട്ടൺ ഫ്രൈഡ്മാൻ പറയുന്ന 2 കാര്യമാണ്. ഒന്ന്, ഇത് തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയല്ലേ അവർ പ്രവർത്തിക്കുന്നത്. മാത്രവുമല്ല, ഈ കമ്പനിയിലോട്ട് പണം മുടക്കുന്ന ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കാനായിട്ടല്ലേ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ CSRൻ്റെ ആവശ്യം എന്താണ്? ഇങ്ങനെയാണ് ഈ കൂട്ടർ പറയുന്നത്. നിങ്ങളിത് രണ്ടും കൂടെ കേട്ടിട്ട് ഒരു തീരുമാനമൊന്നും എടുക്കാൻ നിൽക്കേണ്ട. CSR ഇന്ത്യയിൽ നിയമപരമായിട്ട് വേണം. 2% അത് ചിലവാക്കിയേ പറ്റൂ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടും 4 ആയിട്ടും പറയുന്നതേ ഉള്ളൂ. അല്ല നിങ്ങളിത് കേട്ടിട്ട് നാളെ വിധി എഴുതിയെന്നും വേണ്ട, എനിക്ക് CSRൻ്റെ കൂടെ നിൽക്കാനാണ് താല്പര്യം. നിങ്ങളിതിനകത്ത് ആരുടെയും കൂടെ നിൽക്കുകയെന്നും വേണ്ട. 2 വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ് സെക്രട്ടറിയൽ ഓഡിറ്റ്, കമ്പനി സെക്രട്ടറിയുടെ ജോലി അതാണ്, പിന്നെ ഈ CSRൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ. അപ്പോൾ 4th മൊഡ്യൂളിൽ ഇത്രയും കാര്യം നോക്കി വെച്ചേക്കണം. അപ്പോൾ ഇനി തൊട്ടടുത്ത ക്ലാസ് എന്ന് പറയുന്നത് CSRുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് തന്നെയാണ്. ഈ മൊഡ്യൂൾ കുറച്ചുണ്ട് അല്ലേ, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് CSR തന്നെ കണ്ടിന്യൂ ചെയ്യാം. CSRൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അതെല്ലാം തീർത്തിട്ട് പിന്നെ ടോപ്പിക്ക് കമ്പനി സെക്രട്ടറിയാണ്. ആക്ച്വലി 4th മൊഡ്യൂൾ എന്ന് പറയുന്നത് 2 ടോപ്പിക്കേ ഉള്ളൂ. CSRും കമ്പനി സെക്രട്ടറി മാത്രമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ ഈ 4th മൊഡ്യൂളിനകത്ത്. വേറെ ഒന്നും പഠിക്കുന്നില്ല. CSRനെ പറ്റിയും കമ്പനി സെക്രട്ടറി എന്ന ജോലിയെപ്പറ്റിയും ഇത് അറിഞ്ഞ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാര്യം കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ BCom ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാവുന്നൊരു കോഴ്സാണ്. നിങ്ങൾക്കിത് പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഭയങ്കര പൊസിഷനാണ്. കാരണം പറഞ്ഞല്ലോ KMPയിൽ വരുന്നതാണ്. കമ്പനിയുടെ ഏറ്റവും കീ മാനേജീരിയൽ പേഴ്സണിൽ ഒരാളാണ്. ഇയാളുടെ വർക്കിൻ്റെ പുറത്താണ് കമ്പനിക്കെതിരെ കേസ് വരാതിരിക്കുന്നത്. നല്ല കമ്പനി സെക്രട്ടറിമാരല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൊത്തം തെറ്റിച്ച് വയ്ക്കും. ഇപ്പോൾ കമ്പനി സെക്രട്ടറി വേണം. കമ്പനിയുടെ മുന്നോട്ടുള്ള പോക്ക് മൊത്തം നിയമപരമായിട്ട് ലോഫുൾ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് CSR. ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഒരു കമ്പനി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് CSR. അത് ചെയ്തേ പറ്റൂ. പിന്നെ കുറച്ച് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് ആൾക്കാർ എഗെയിൻസ്റ്റ് പറയുന്നു. അത് പഠിച്ച് വെച്ചിരുന്നാൽ മതി. പ്രാക്ടിക്കലി ആ പറയുന്ന 2% ചിലവാക്കിയേ പറ്റൂ. ഓക്കെ. അപ്പോൾ CSRൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ക്ലാസ് വരാം.